ഇന്നുണ്ടാക്കാൻ പോകുന്ന പാസ്തയാണ്. ആ പാസ്ത അടപ്പേ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഉപ്പിട്ട് എണ്ണ ഒഴിച്ച് വേവിച്ചെടുക്കണം. ഈ പാസ്ത അടപ്പിട്ടേക്കുവാണ്. അത് വെന്തിട്ടില്ല. ഓയിലും ഉപ്പും ഇട്ട് വേവിക്കുന്നതാണ്. അത് വേവിച്ച് വരുമ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് സെക്കൻഡ് ഇട്ടിട്ട് മാറ്റണം. പിന്നെ സോസേജാണ്. ആ സോസേജ് ഷോപ്പറിലിട്ടൊന്ന് ചെറുതാക്കി എടുക്കണം. ഈ ഷോപ്പറിലിട്ട് ചെറുതാക്കി എടുക്കണം സോസേജ്. ഇത് ക്യാരറ്റ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചെറുതായിട്ട് ഷോപ്പറിലിട്ട് അരിഞ്ഞു വെച്ച സാധനമാണ്. പിന്നെ വേണ്ടിയത് മാഗിയുടെ ഒരു ക്യൂബ്, അതിൻ്റെ പകുതി മതി. അപ്പോൾ പാസ്ത പകുതി ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി. പിന്നെ ഇതൊന്ന് ഷോപ്പറിലിട്ടൊന്ന് ചെറുതാക്കിയിട്ട് വരാമേ. സോസേജ് ഷോപ്പറിലരിഞ്ഞ് എടുത്തതാണ്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ഇട്ടു. ഇവിടെ വെട്ടമില്ല, അതാണൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതൊന്ന് ഇളക്കിയെടുക്കണേ. ഇത് പൊടിയെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഓയിൽ നമ്മുടെ ഇഷ്ടം, ഏത് ഓയിലായാലും നമ്മൾക്ക് എടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്കതിട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പിന്നെ സോസേജ് ഇല്ലെങ്കിൽ മുട്ടയിടാം. മുട്ടയോ ചിക്കനോ എന്തായാലും ഇതേപോലെ തന്നെ എടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ആ വെജിറ്റബിൾസും കൂടെ ഇടുവാണേ. ഇതിനകത്ത് ഉപ്പുള്ളതാണ് ഈ സോസേജ്. പിന്നെ നമുക്ക് ആ അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾ ഇടുമ്പോൾ ഒരു ശകലം ഉപ്പിടണം, കാരണം പാസ്തയെ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. ഇതിനകത്തോട്ട് വെജിറ്റബിൾ ഇടാമേ. ഞാൻ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി ഇതിനോട്ട് ഇട്ടിട്ടുണ്ട്. വേറൊരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാൻ വെള്ളം എന്നാണ് പറഞ്ഞത്, എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിനകത്തൊരു മുട്ടയും കൂടി ഇടുന്നുണ്ട്. മുട്ടയിട്ട് ചിക്കി എടുക്കാനാണ് ഈ എണ്ണ. മുട്ടയൊന്ന് ചിക്കി എടുത്തു. ഇനി അതിനകത്തോട്ട് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇതിനകത്ത് ഇട്ടാൽ മതി, പക്ഷേ ഇത് പാത്രം ചെറുതായതുകൊണ്ടാണ് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പാസ്ത ഇത് ഇട്ട് കൊടുത്തു. ഇനി വഴറ്റി വെച്ചേക്കുന്ന സാധനം കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഈ പാസ്തയ്ക്കകത്ത് ക്രീം വേണേ ഒഴിക്കാം, ക്രീം മേടിച്ചിട്ടൊഴിക്കാം. അതൊന്നും ചേർക്കുന്നില്ല, അതിനേക്കാട്ടിലും നല്ലത് ഇതാണ്. അപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പുണ്ട് ഇതിന്. ഇതിനകത്ത് വേണേൽ സോസ് നമ്മൾ എടുക്കുമ്പോൾ സോസ് വേണേൽ ഉപയോഗിച്ച് കഴിക്കാം. സോസ് വേണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അപ്പം നമ്മുടെ പാസ്ത റെഡിയാണേ.